Good morning, students. The next chapter, Game Theory. Game theory is the branch of decision theory concerned with interdependent decisions. It is designed to address situations in which the outcomes of a person's decision depends not just on how they choose among several options, but also on the choice made by the people they are interacting with. It deals with competitive situations of decision making under uncertainty. So, decision or game theory is the branch of decision theory. Actually, it is the branch of decision theory concerned with the interdependent decision. Different decisions are taken by the organization, and these decisions concerned with interdependent decisions. So it is designed to address situation in which the outcomes of person's decision depends upon not just on how they choosing among the several options, but also on the choice made by the people they are interacting with. So game theory is the branches of decision theory. Game theory എന്ന് പറയുന്നത് decision theoryയുടെ ഭാഗമാണ്. Because every business houses or every business situation, different types of conflicts arises or different types of competition. To overcome this competition, as the firms introduce the different types of strategies. So അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജീസ് ആണ് ആക്ച്വലി എന്ന് പറയുന്നത് ഗെയിം തിയറി. ഗെയിം തിയറി എന്ന് പറയുന്ന കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻ ഓർഗനൈസേഷനിൽ വരുമ്പോൾ അപ്ലൈ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് തിയറിയാണ് ഗെയിം തിയറി എന്ന് പറയുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ തിയറി ഓഫ് അപ്ലൈയിങ് കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻ വരുമ്പോൾ അപ്ലൈ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മാത്തമാറ്റിക്കൽ തിയറിയാണ് ഗെയിം തിയറി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഡിസിഷൻ തിയറി കൺസേൺഡ് വിത്ത് ഇന്റർഡിപെൻഡന്റ് ഡിസിഷൻ. അപ്പോൾ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് മറ്റൊരു ഡിസിഷൻ വരികയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ തിയറിയാണ് ആക്ച്വലി ഗെയിം തിയറി. ഗെയിം തിയറി ഈസ് ഡിസൈൻ ടു അഡ്രസ് സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദ ഔട്ട്കംസ് ഓഫ് എ പേഴ്സൺസ് ഡിസിഷൻ ഡിപ്പെൻഡ്സ് നോട്ട് ജസ്റ്റ് ഓൺ ഹൗ ദേ ചൂസ് എമംഗ് സെവറൽ ഓപ്ഷൻസ്. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഔട്ട്കംസ് ഉണ്ടാവും പേഴ്സൺസിൻ്റെ. ആ ഔട്ട്കംസിന്റെ ബേസ് ചെയ്തിട്ട് അവരുടെ എടുക്കുന്ന ഡിസിഷൻസ് ഡിപ്പെൻഡ്സ് നോട്ട് ജസ്റ്റ് ഓൺ ഹൗ എങ്ങനെയാണ് ദേ ചൂസ് എമംഗ് സെവറൽ ഓപ്ഷൻസ്. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷനിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് എന്ത് ചെയ്യാണ് ചൂസ് ചെയ്യാണ്. So several options, but also on the choice made by the people they are interacting with. ഏറ്റവും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻസ് അവരെന്ത് ചെയ്യാണ് ചൂസ് ചെയ്യാണ്. ഇറ്റ് ഡീൽസ് വിത്ത് കോമ്പറ്റീവ് സിറ്റുവേഷൻസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി. അൺസർട്ടനിറ്റി ആയ ഫ്യൂച്ചറിലേക്ക് ഇപ്പോഴും നമ്മൾ കോമ്പറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ അവിടെ എടുക്കുന്ന ഡിസിഷൻ തിയറിയാണ് ആക്ച്വലി ഗെയിം തിയറി. സോ ഗെയിം തിയറി ഡീൽസ് വിത്ത് കോമ്പറ്റീവ് സിറ്റുവേഷൻസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി. അൺസർട്ടനിറ്റി ഉണ്ടാവുമ്പോഴാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് നമ്മൾ കോമ്പറ്റീവ്സ് ഒരുപാട് ഉണ്ടാവുമ്പോൾ അൺസർട്ടനിറ്റിയിലേക്കുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഗെയിം തിയറി യൂസ് ചെയ്യുന്നു. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞ കോൾഗേറ്റും ക്ലോസപ്പ് അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ് മാനുഫാക്ചറിങ് ഫേമിൽ ഒരുപാട് ടൈപ്പ് ഓഫ് കോമ്പറ്റീവ്സ് ഉണ്ട്. ആ മാനുഫാക്ചറിങ്ങിന്റെ കോമ്പറ്റീവ്സ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ അവരൊരു പക്ഷെ ഗെയിം തിയറി യൂസ് ചെയ്യുന്നുണ്ടാവും. കാരണം ഫ്യൂച്ചറിൽ ഏത് ടൈപ്പ് ഓഫ് ടൂത്ത് പേസ്റ്റിനായിരിക്കും മോർ ഡിമാൻഡ് ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് കോമ്പറ്റീവ് പ്രൊഡക്ട്സുകൾ മാർക്കറ്റിലുണ്ട്. സെൻസുഡൈൻ ഉണ്ട്, അതുപോലെ KP നമ്പൂതിരി ഉണ്ട്, കോൾഗേറ്റിൻ്റെ തന്നെ ഡിഫറെൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ദെൻ അതുപോലെ തന്നെ ക്ലോസപ്പിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്. അതല്ലാതെ മറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂത്ത് പേസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഗെയിം തിയറി നമ്മൾ യൂസ് ചെയ്യും. ബിക്കോസ് ഫ്യൂച്ചറിലെ അൺസർട്ടിനിറ്റിയുടെ റിസൾട്ട് ആണ് നമുക്ക് ഇന്ന് വേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ ഡിമാൻഡാണ് ഇന്ന് പ്രിഡിക്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ ഗെയിം തിയറി യൂസ് ചെയ്യും. സോ ഗെയിം തിയറി ഡീൽസ് വിത്ത് കോമ്പറ്റീവ് സിറ്റുവേഷൻസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി. നെക്സ്റ്റ്, ഗെയിം തിയറി വാസ് ഫസ്റ്റ് ഡെവലപ്ഡ് ബൈ ജോൺ വോൺ ന്യൂമാൻ ആൻഡ് ഓസ്കാർ
Orgenstern during World War II. Game theory was first developed by John von Neumann and Oscar Orgenstern during World War II. വേൾഡ് വാർ സെക്കൻഡിന്റെ സമയത്താണ് ആക്ച്വലി ഗെയിം തിയറി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്ത് അവർ രണ്ടുപേരുമാണ് ജോൺ വോൺ ന്യൂമാൻ ആൻഡ് ഓസ്കാർ ഓഗൻസ്റ്റൺ ഡ്യൂറിങ് വേൾഡ് വാർ സെക്കൻഡ്. സോ ഗെയിം തിയറി helps in determining the best course of action for a firm in view of the expected counter moves from the competitors. Game theory helps in determining best course of action. ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെയിം തിയറി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ടാവും, അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ വ്യൂ ഓഫ് ദ എക്സ്പെക്റ്റഡ് കൗണ്ടർ മൂവ്സ് ഫ്രം ദ കോമ്പറ്റീറ്റേഴ്സ്. ഡിഫറൻ്റ് ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. ആ കോമ്പറ്റീറ്റേഴ്സിൽ ഏറ്റവും നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഓഫ് ആക്ഷൻസ്, ഒരു കൗണ്ടർ മൂവ്സ് ചൂസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന തിയറിയാണ് ഗെയിം തിയറി. അപ്പോൾ ഈ കോൾഗേറ്റും ക്ലോസപ്പും ഒക്കെയുള്ള ഡിഫറെൻറ്റ് ടൂത്ത് പേസ്റ്റ് മാനുഫാക്ചറിങ് ഫേമിൽ ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇതുവരെ ചെയ്യാത്ത പുതിയ സ്ട്രാറ്റജി. അപ്പോൾ കുറച്ച് മുന്നേ നിങ്ങൾ കണ്ടില്ലേ, കോൾഗേറ്റിൻ്റെ തന്നെ പുതിയൊരു വെർഷനാണ്. അത് വേദിക് മീൻസ് ഇറ്റ്സ് ആയുർവേദ ആയിട്ടുള്ള കോൾഗേറ്റിന്റെ ടൂത്ത് പേസ്റ്റ്. അത് മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ് ഇപ്പോൾ. അങ്ങനെ ആയുർവേദത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് കൂടുതൽ ആ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആക്ച്വലി കണ്ടന്റ് ആയുർവേദം ഒന്നും ഉണ്ടാവില്ല, അതിന്റെ കുറച്ച് കളർ മാറ്റും, ടേസ്റ്റ് മാറ്റും എന്നല്ലാതെ വലിയ രീതിയിലുള്ള മാറ്റമൊന്നും വരത്തില്ല. പക്ഷെ ഓർഡിനറി കൺസ്യൂമർ അത് ബിലീവ് ചെയ്യും, അതിന്റെ കളറും ടേസ്റ്റും ഒക്കെ ആയുർവേദത്തിന്റെയാണ്. സോ ഇറ്റ്സ് എ ബെസ്റ്റ് വൺ ഇൻ ദ പ്രൊഡക്റ്റ് ഇൻ ദ മാർക്കറ്റിൽ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ആണെന്ന് അവർ അസ്യൂം ചെയ്യും. അപ്പൊ അവിടെയാണ് നമ്മൾ ഗെയിം തിയറിന്റെ സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഒരുപാട് കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ട്, അതിനകത്ത് ആയുർവേദം സെലക്ട് ചെയ്യാന്ന് പറയുമ്പോൾ കോൾഗേറ്റിന്റെ ഒരു സ്ട്രാറ്റജി കൂടിയാണ്. അപ്പൊ അങ്ങനെയുള്ള കൺസെപ്റ്റിനെയാണ് നമ്മൾ ഏറ്റവും കോമ്പറ്റീറ്റേഴ്സിന്റെ കൗണ്ടർ മൂവിൽ ഏറ്റവും നല്ല കോഴ്സ് ഓഫ് ആക്ഷൻ സെലക്ട് ചെയ്യുക. ക്ലിയർ ആയോ? സോ ഗെയിം തിയറി ഹെൽപ്സ് ഇൻ ഡിറ്റർമിനിങ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഫോർ എ ഫേം in view of the expected counter moves from the competitors. So definition, അതിൻ്റെ ഒരു ഡെഫിനിഷൻ ആണ്. ഗെയിം തിയറി ഈസ്, ഓതർ ഒന്നുമില്ല, സാധാരണ ഉള്ള ഒരു ഡെഫിനിഷൻ. ഗെയിം തിയറി ഈസ് ദ സ്റ്റഡി ഓഫ് മാത്തമെറ്റിക്കൽ മോഡൽസ് ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് കോപ്പറേഷൻ ബിറ്റ്വീൻ ഇന്റലിജന്റ് റാഷണൽ ഡിസിഷൻ മേക്കർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ. Game theory is the study of mathematical models of conflict and cooperation between intelligent rational decision making. ഗെയിം തിയറി എന്ന് പറയുന്ന ഒരു മാത്തമെറ്റിക്കൽ മോഡൽസ് ഓഫ് കോൺഫ്ലിക്ട്സിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ്, ഒരു പഠനമാണ്. കൂടാതെ ആൻഡ് കോപ്പറേഷൻ ബിറ്റ്വീൻ ഇന്റലിജന്റ് റാഷണൽ ഡിസിഷൻ മേക്കിംഗ്. ഇന്റലിജന്റ് ആയിട്ട്, ബുദ്ധിപരമായിട്ട്, റാഷണൽ ആയിട്ട് ഡിസിഷൻ എടുക്കുന്ന ആൾക്കാരുടെ ഒരു കോപ്പറേഷനും അവരുടെ ആ ഒരു മാത്തമെറ്റിക്കൽ മോഡൽസിന്റെ ഒരു കോൺഫ്ലിക്ട്സും കൂടിയാണ് ആക്ച്വലി കോൺഫ്ലിക്ട്സിന്റെയും കൂടിയുള്ള പഠനമാണ് ആക്ച്വലി ഗെയിം തിയറി. Game theory is the study of mathematical models of conflict and cooperation between intelligent rational decision maker. So game theory is the study of mathematical models of conflict and cooperation between intelligent and rational decision making. Rational decision making ആവുമ്പോൾ അവരെടുക്കുന്ന, അല്ലെ rational decision maker ആവുമ്പോൾ അവരെടുക്കുന്ന ഡിസിഷൻ എപ്പോഴും ഇന്റലിജന്റ് ആയിരിക്കും, അതുപോലെ തന്നെ കറക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അതിന്റെ കോൺഫ്ലിക്റ്റും കോപ്പറേഷൻ, മാത്തമെറ്റിക്കൽ മോഡലിന്റെ കോൺഫ്ലിക്റ്റും കോപ്പറേഷനും തമ്മിലുള്ള ഒരു ഇന്റലിജന്റ് റാഷണൽ ഡിസിഷൻ മേക്കറെ കുറിച്ചിട്ട് പഠനം നടത്തുന്നതിനെയാണ് നമ്മൾ ഗെയിം തിയറി എന്ന് പറയുന്നത്. മറ്റൊരു ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് കേട്ടോളൂ. എ ബോഡി ഓഫ് നോളജ് ദാറ്റ് ഡീൽസ് വിത്ത് മേക്കിംഗ് ഡിസിഷൻസ് വെൻ ടു ഓർ മോർ ഇന്റലിജന്റ് ആൻഡ് റാഷണൽ ഓപ്പണന്റ് are involved under conditions of conflicts and competition. Body of knowledge that deals with making decision. ഒരു ബോഡി ഓഫ് നോളജ് ആണ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. വെൻ ടു ഓർ മോർ ഇന്റലിജന്റ് ആൻഡ് റാഷണൽ ഓപ്പറന്റ്, ഒന്നിൽ കൂടുതൽ ഇന്റലിജന്റോ റാഷണൽ ഓപ്പറൻസോ ഇൻവോൾവ്ഡ് അണ്ടർ കണ്ടീഷൻ, ഈ ഒരു കണ്ടീഷനിൽ ഡിസിഷൻ എടുക്കാൻ ഉണ്ടാവും. ഓഫ് കോൺഫ്ലിക്ട്സ് ആൻഡ് കോമ്പറ്റീഷൻ, ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ കോൺഫ്ലിക്ട്സും കോമ്പറ്റീഷനും ഉണ്ടാവും. അവിടെ ഒന്നിൽ കൂടുതൽ ഇന്റലിജന്റ് ആയിട്ടുള്ള റേഷണൽ ഡിസിഷൻ മേക്കേഴ്സ്
അവരുടെ ബോഡി ഓഫ് നോളജ് ഡീൽ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എടുക്കുന്നതിനെയാണ് നമ്മൾ ഗെയിം തിയറി എന്ന് പറയുന്നത്. ആക്ച്വലി അത് തന്നെയാണ് നമ്മൾ വേറെ രീതിയിൽ ഇവിടെ പറഞ്ഞത്. ഗെയിം തിയറി ഈസ് ദ സ്റ്റഡി ഓഫ് മാത്തമാറ്റിക്കൽ മോഡൽസ് ഓഫ് കോൺഫ്ലിക്ട്സ് ആൻഡ് കോപ്പറേഷൻ ബിറ്റ്വീൻ ഇന്റലിജന്റ് റേഷണൽ ഡിസിഷൻ മേക്കർ. നെക്സ്റ്റ്, ഗെയിം. A game is a formal explanation of tactical situation. It is an activity between two or more persons involving actions by each one of them according to set of rules which result some gain for each. ഗെയിം എന്ന് പറഞ്ഞാൽ എന്താ? കളി. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഗെയിം ഈസ് എ ഫോർമൽ എക്സ്പ്ലനേഷൻ ഓഫ് ടാക്ടിക്കൽ സിറ്റുവേഷൻ. ഒരു ടാക്ടിക്കൽ സിറ്റുവേഷനിന്റെ ഫോർമൽ എക്സ്പ്ലനേഷൻ ആണ്, ഒരു മിഡിലുള്ള സിറ്റുവേഷന്റെ ഫോർമൽ എക്സ്പ്ലനേഷനെയാണ് ഗെയിം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ആക്ടിവിറ്റി ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺ ഇൻവോൾവിംഗ് ദ ആക്ഷൻ. ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരു പ്രത്യേക ആക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ബൈ ഈച്ച് വൺ ഓഫ് ദം അക്കോർഡിംഗ് ടു സെറ്റ് ഓഫ് റൂൾസ്. ആ ഗെയിമിൽ പങ്കെടുക്കുന്ന എല്ലാ ആൾക്കാരും അല്ലെ ആ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും. വിച്ച് റിസൾട്ട് സം ഗെയിൻ ഫോർ ഈച്ച്. അപ്പോൾ അതിന്റെ റിസൾട്ട് ഓരോരുത്തരായിട്ട് എന്ത് ചെയ്യും? ആ ഗെയിമിൽ ജയിച്ചുകൊണ്ടേയിരിക്കും. ആ കൺസെപ്റ്റിനെയാണ് ഗെയിം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ആക്ടിവിറ്റി ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺ എൻഗേജ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അവർ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ആക്ഷൻ ആണ്. ആക്ഷൻ ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഈച്ച് വൺ ഓഫ് ദ പേഴ്സൺ അക്കോർഡിംഗ് ടു സെറ്റ് ഓഫ് റൂൾസ്, എല്ലാ ആൾക്കാർക്കും സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും. ആ റൂൾസിനനുസരിച്ചിട്ട് മാത്രമേ അവർക്ക് ആക്ടിവിറ്റി അല്ലെ ആക്ഷൻസ് ഇൻവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. വിച്ച് റിസൾട്ട് സം ഗെയിൻസ് ഫോർ ഈച്ച്. ഓരോരുത്തരും അതിനകത്ത് പലരും എന്ത് ചെയ്യാണ്? നേട്ടം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ ഗെയിമിൽ തോൽവിയും ജയവും ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ജയിക്കണമെന്ന് ഗെയിമിലില്ല. അപ്പോൾ അതിനകത്ത് ഗെയിൻ ആണ് ഗെയിമിന്റെ അൾട്ടിമേറ്റ് ഔട്ട്കംസ്. സോ ദ നെക്സ്റ്റ് കൺസെപ്റ്റ്, എലിമെന്റ്സ് ഓഫ് എ ഗെയിംസ്. ഇതൊക്കെ ജസ്റ്റ് തിയററ്റിക്കൽ ആസ്പെക്ട്സ് മാത്രം പറഞ്ഞു പോയാണ്. എലിമെന്റ്സ് ഓഫ് എ ഗെയിം. ഇറ്റ്സ് മെയിൻലി 3 എലിമെന്റ്സ് ഓഫ് എ ഗെയിം. ഫസ്റ്റ് വൺ, ദ പ്ലേയേഴ്സ്. ഫസ്റ്റ് എലിമെന്റ് എന്താ? പ്ലേയേഴ്സ്. 2 ഓർ മോർ ഒരാള് നമ്മൾ ഗെയിം എന്ന് പറയുമോ? ഇല്ല, ഒന്ന് കൂടുതൽ ആളാകുമ്പോൾ ഗെയിം പറയും. മിനിമം 2 പേഴ്സൺസ് വേണം ഗെയിമിൽ. So the players, that is minimum 2 persons. Second is strategies of each players. ഓരോ പ്ലേയേഴ്സും എടുക്കുന്ന സ്ട്രാറ്റജീസ് ഗെയിമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു എലിമെന്റ് ആണ്. കള്ളക്കളിയൊന്നും പാടില്ല എന്നർത്ഥം. തേർഡ്, the consequences of for each players for every possible profile of strategy choices of all players. The consequences for each players for every possible profile of strategy choices of all players. ഓരോ പ്ലേയേഴ്സിന്റെയും കോൺസിക്വൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എന്താ പറയാ, നമ്മൾ അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എവറി പോസിബിൾ പ്രൊഫൈൽ ഓഫ് സ്ട്രാറ്റജി ചോയ്സസ് ഓഫ് ഓൾ പ്ലേയേഴ്സ്. എല്ലാ പ്ലേയേഴ്സും എടുത്ത പോസിബിൾ നമ്മളെ പ്രൊഫൈലായിട്ടുള്ള സ്ട്രാറ്റജിക്കൽ ചോയ്സിന്റെ റിസൾട്ട് ആണ്, കോൺസിക്വൻസസ് ആണ് ഈച്ച് പ്ലേയേഴ്സിനെയും നമ്മളെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പ്ലേയേഴ്സും കളിക്കാൻ ആവശ്യമായ അവരുടെ ഓരോരുത്തരെയും സ്ട്രാറ്റജീസ്, അവർക്ക് പോസിബിൾ ആയിട്ടുള്ള പ്രൊഫൈൽ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ടുണ്ടാവും എല്ലാ പ്ലേയേഴ്സും. അപ്പോൾ അതിന്റെ കോൺസിക്വൻസസ് ആയിരിക്കും അവരുടെ റിസൾട്ട്. സോ ഫസ്റ്റ് എലിമെന്റ് ഓഫ് എ ഗെയിം, ദ പ്ലേയേഴ്സ്. സെക്കൻഡ്, സ്ട്രാറ്റജീസ് ഓഫ് ഈച്ച് പ്ലേയേഴ്സ്. തേർഡ്, the consequences for each players for every possible profile of strategies choices of all players. Next, competitive games. ഒരു കോമ്പറ്റീറ്റീവ് ഗെയിംസ് ആകുമ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? കോമ്പറ്റീറ്റീവ് ഗെയിംസ് ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ, സിറ്റുവേഷൻ ഈസ് കോമ്പറ്റീറ്റീവ്. അവിടെ സിറ്റുവേഷൻ എന്തായിരിക്കും? ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിരിക്കും. സെക്കൻഡ്, ദർ ഈസ് ഫിനിറ്റ് നമ്പർ ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. ഒരു ഫിനിറ്റ് നമ്പർ ഓഫ്, ഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത നമ്പർ ഓഫ് കോമ്പറ്റീറ്റേഴ്സ് അവിടെ ഉണ്ടാവും. അപ്പോൾ 10 പേരാണെങ്കിൽ 10 പേരുണ്ടാവും. തേർഡ്, ദ പ്ലേയേഴ്സ് ആക്ട് റേഷണലി ആൻഡ് ഇന്റലിജന്റ്ലി. അതിനകത്ത് കളിക്കുന്ന 10 പേരുണ്ടെങ്കിൽ 10 പ്ലേയേഴ്സും റേഷണലി ആയിരിക്കണം, അതുപോലെ ഇന്റലിജന്റ്ലി ആയിരിക്കണം. ഫോർത്ത്, ഈച്ച് പാർട്ടിസിപ്പന്റ് ഹാസ് ഫിനിറ്റ് നമ്പർ ഓഫ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഓരോ പാർട്ടിസിപ്പന്റിനും ഒരു മിനിമം ഇത്ര അല്ലെ ഫിനിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നിശ്ചിത നമ്പർ ഓഫ് കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ടായിരിക്കണം. ഗെയിം നമ്മൾ കാണുന്നില്ലേ, ഓരോ ഗെയിമിൽ ഒരു ഫിനിറ്റ് നമ്പർ ഓഫ് പോസിബിൾ ആക്ഷൻ ഉണ്ടാവും. ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര കളി കളിക്കണം എന്നുള്ളത്. ഫിഫ്ത്ത്, ഗെയിൻ മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓർ സീറോ. ഗെയിൻ നേട്ടം ഒന്നിലെ പോസിറ്റീവ് ആവാം, ചിലപ്പോൾ നെഗറ്റീവ് ആവാം, ചിലപ്പോൾ സീറോ ആവാം. ചില ആൾക്കാരെ പോസിറ്റീവ് ആവും, ചില ആൾക്കാരെ നെഗറ്റീവ് ആവും, ചില ആൾക്കാർക്ക് സീറോ ആവും, ഒന്നും കളിക്കാൻ പറ്റില്ല. സിക്സ്ത്, ഈച്ച് പാർട്ടിസിപ്പന്റ് നോസ് ഓൾ പോസിബിൾ ചോയ്സസ് അവൈലബിൾ ടു അതർ. ഓരോ പാർട്ടിസിപ്പൻസിനും അറിയാം, ഒരുപാട് എല്ലാ ആൾക്കാർക്കും ഓൾ പോസിബിൾ ചോയ്സസ് അവൈലബിൾ. അപ്പൊ എനിക്ക് ഗെയിമിന് ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എല്ലാ പോസിബിൾ ചോയ്സസും അവൈലബിൾ ആവും.
അങ്ങനെ 10 പേരുണ്ട്, 10 പേർക്കും എല്ലാ ചോയ്സസ് ഓഫ് അവൈലബിൾസ് ഉണ്ടാവും. ഇപ്പോൾ ഒരാൾക്ക് മാത്രം ഒരു ചോയ്സ് അങ്ങനെയല്ല, എല്ലാവർക്കും ആ ചോയ്സ് ഉണ്ടാവും. 10 പേർക്കും ഒരേ ചോയ്സ് ഉണ്ടാവും. അപ്പോൾ ആ 10 പേർക്കും പാർട്ടിസിപ്പൻസിന് ഒരേ പോസിബിൾ ചോയ്സസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് കളിക്കുന്ന ആൾക്കാർ ജയിക്കും. അതെ, കോമ്പറ്റേറ്റീവ് ഗെയിംസ് ഫീച്ചേഴ്സ് ഫസ്റ്റ് വൺ സിറ്റുവേഷൻ ഈസ് കോമ്പറ്റേറ്റീവ്. Second, there is finite number of competitors. Third, players act rationally and intelligently. Fourth, each participant has finite number of course of action. Fifth, gain may be positive or negative or zero. Last, each participant knows all possible choices available to other. ഇനി ഇതുമായിട്ട് assumptions ആണ്. So game theory, certain assumptions in a game. ഫസ്റ്റ് വൺ, ദ പ്ലേയേഴ്സ് ആക്ട് റേഷണലി ആൻഡ് ഇൻ്റലിജൻ്റ്ലി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്ലേയേഴ്സ് റേഷണലിയും ഇൻ്റലിജൻ്റ്ലി, ഇമോഷണലി ഒന്നും ഒരിക്കലും ഗെയിം തോറ്റുപോകുമെന്ന് തോന്നുമ്പോൾ ഇമോഷണൽ പാടില്ല. അവിടെ റേഷണലി ആൻഡ് ഇൻ്റലിജൻ്റ്ലി ആവണം. നെക്സ്റ്റ്, ഈച്ച് പ്ലേയേഴ്സ് നോസ് എവറിഥിങ് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ഗെയിം. ഓരോ പ്ലേയേഴ്സിനും ആ ഒരു ഗെയിമിൻ്റെ എല്ലാ സ്ട്രക്ചറും അറിഞ്ഞിരിക്കണം. തേർഡ്, ഫിനിറ്റ് സെറ്റ് ഓഫ് പോസിബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ ഈസ് അവൈലബിൾ വിത്ത് ഈച്ച് പ്ലേയേഴ്സ്. എല്ലാ പ്ലേയേഴ്സിനും ഒരു നിശ്ചിത പോസിബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ അവൈലബിൾ ആവണം. നമ്മളിപ്പോൾ പറഞ്ഞ സാധനം തന്നെ. ഫോർത്ത്, പ്ലേയേഴ്സ് അറ്റംപ്റ്റ് ടു മാക്സിമൈസ് ഗെയിൻ ആൻഡ് മിനിമൈസ് ലോസസ്. പ്ലേയേഴ്സ് മാക്സിമം ഗെയിനിലേക്ക് എത്താനും ലോസസ് മിനിമൈസ് ചെയ്യാനും ശ്രമിക്കണം. ഫിഫ്ത്ത്, ഓൾ റിലവൻറ്റ് ഇൻഫോർമേഷൻ ഈസ് നോൺ ടു ഈച്ച് പ്ലേയേഴ്സ്. എല്ലാ പ്ലേയേഴ്സിനും എല്ലാ ഇൻഫോർമേഷനും റിലവൻ്റ് ആയിരിക്കണം. കുറേ ആൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം, കുറേ ആൾക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയില്ലെങ്കിൽ ആ ഗെയിം ഒരിക്കലും പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. എല്ലാ ഇൻഫോർമേഷനും എല്ലാ ആൾക്കാർക്കും കൃത്യമായിട്ട് അറിയണം. നെക്സ്റ്റ്, സിക്സ്ത്, ദ പ്ലേയേഴ്സ് മേക്ക് ഇൻഡിവിജ്വൽ ഡയറക്ഷൻ വിത്തൗട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ പ്ലേയേഴ്സിനെയൊക്കെ നമുക്ക് ഇൻഡിവിജ്വൽ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകണം. ഇപ്പോൾ ഒരു ഗെയിം ഉണ്ടെങ്കിൽ ആ ഗെയിമിൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഓട്ട മത്സരമാണെങ്കിൽ ആ ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഓരോരുത്തർക്കും കൊടുക്കാതെ ഓരോരുത്തർക്കും നമുക്ക് ഇൻഡിവിജ്വൽ ഡയറക്ഷൻ കൊടുക്കാം. 1 എന്ന് പറയുന്ന റാക്ക് ഒന്നാമത്തെ ആൾക്ക്, 2 എന്ന് പറയുന്ന റാക്ക് രണ്ടാമത്തെ ആൾക്ക്, ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽ ഡയറക്ഷൻ കൊടുക്കാം. പക്ഷെ ആരുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല. 7, the players simultaneously select their respective course of action. Players simultaneously select their respective course of action. ഓരോ പ്ലേയേഴ്സും അവരുടെ റെസ്പെക്റ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ അവർ സൈമിൾട്ടേനിയസ്ലി ഒന്നിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് പോകണം. 8, the payoff is fixed and determined in advance. അതിന്റെ പേ ഓഫ് അല്ലെങ്കിൽ അതിന്റെ അവസാനത്തെ ഔട്ട്കം, അല്ലെങ്കിൽ അതിന്റെ ഇപ്പോൾ സിംഗിങ് മത്സരമാണെങ്കിൽ അതിന്റെ 1 കോടി രൂപയുടെ ഫ്ലാറ്റ്, അവിടെ പേ ഓഫ് ഓൾറെഡി ഫിക്സഡ് ആയിരിക്കും. അതുപോലെ തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യും. അല്ലെങ്കിൽ ഈ ഒരു മത്സരത്തിൽ ജയിക്കുന്ന ആൾക്കാർക്ക് 1 lakh rupees പ്രൈസ് ഉണ്ട്, ക്യാഷ് പ്രൈസ് ഉണ്ട്. സോ പേ ഓഫ് ഫിക്സഡ് ആണ് ആൻഡ് ഡിറ്റർമിൻ ഇൻ അഡ്വാൻസ്, ഓൾറെഡി അതെല്ലാം ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടാവും. സോ ദീസ് ആർ ദ അസംഷൻ. വൺസ് മോർ, assumptions in a game. The players act rationally and intelligently. Second, each player knows everything about the structure of game. Third, a finite set of possible course of action is available with each players. Next, the players attempt to maximize gains and minimize losses. Fifth, all relevant information is known to each players. Sixth, the players make individual direction without direct communication. 7, the players simultaneously select their respective course of action. 8, the payoff is fixed and determined in advance. Next, basic concepts of game theory. Basic concepts of game theory. Game theoryയുടെ basic concepts ആണ് കുറച്ച് ടേംസുമായിട്ട് റിലേറ്റ് ചെയ്ത്. സോ സ്ട്രാറ്റജി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഗെയിമിൽ എല്ലാവരും എന്ത് യൂസ് ചെയ്യും? സ്ട്രാറ്റജി യൂസ് ചെയ്യും. സോ സ്ട്രാറ്റജി ഈസ് എ പ്ലാൻ ഓഫ് ആക്ഷൻ conceived and carefully executed by each party to win over the game. There are 2 types of strategies. അപ്പോൾ strategy is a plan of action conceived and carefully executed by each party to win over the game. ഗെയിമിൽ കളിക്കുന്ന എല്ലാ പാർട്ടീസും ആ ഗെയിം വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സെർട്ടൈൻ പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാക്കും. ആ പ്ലാൻ ഓഫ് ആക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ട്രാറ്റജി. അപ്പം ഞാനൊരു ഗെയിമിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? എൻ്റെതായിട്ടുള്ള കുറേ പ്ലാൻസ് ഓഫ് ആക്ഷൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പം അതുകൊണ്ട് ആ പ്ലാൻസ് ഓഫ് ആക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ പ്ലാൻസ് ഓഫ് ആക്ഷന് വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റജി.
തന്ത്രം എന്ന് നമ്മൾ പറയും. സോ സ്ട്രാറ്റജി ഇസ് എ പ്ലാൻസ് ഓഫ് ആക്ഷൻ കൺസീവ്ഡ് ആൻഡ് കെയർഫുള്ളി എക്സിക്യൂട്ടഡ് ബൈ ഈച്ച് പാർട്ടി ടു വിൻ ഓവർ ദ ഗെയിം. എല്ലാ ഗെയിമിൽ പങ്കെടുക്കുന്ന എല്ലാ ആൾക്കാരും എന്താ വിചാരിക്കുക, ഞാൻ ജയിക്കണം അല്ലെ. അതുകൊണ്ട് അവർ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി അപ്ലൈ ചെയ്യും. ഇത് ബിസിനസ്സിലും അങ്ങനെ തന്നെയാണ്. പാർട്ടി ടു വിൻ ഓവർ ദ ഗെയിം. ദർ ആർ 2 types of strategies. First one, pure strategy. Second, mixed strategy. Pure strategy is a predetermined plan of action. Predetermined plan of action based on which games are played, which does not change during the game. It is a predetermined plan of action. Pure എന്ന് പറഞ്ഞാൽ അവിടെ predetermined plan of action ആണ്. Based on which games are played. ആ predetermined plan of action ബേസ് ചെയ്തിട്ടാണ് ഗെയിം കളിക്കുക. ആർ പ്ലേഡ് വിച്ച് ഡസ് നോട്ട് ചേഞ്ച് ഡ്യൂറിങ് ദ ഗെയിം. ഗെയിമിന്റെ പീരീഡിൽ ഒരിക്കലും അത് മാറ്റൂല എന്ന് പറഞ്ഞാൽ ഞാനൊരു ഗെയിമിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് അല്ലെ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഗെയിമിൽ ഞാനൊരു സ്ട്രാറ്റജി പ്രീ ഡിറ്റർമിൻഡ് ചെയ്തിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കും. ആ എന്ത് സംഭവിച്ചാലും ആ പ്രീ ഡിറ്റർമിൻഡ് പ്ലാനിൽ നിന്ന് ആ ഗെയിമിന്റെ പീരീഡിൽ ഒരിക്കലും ചേഞ്ച് വരുത്താത്ത സ്ട്രാറ്റജീസിനെയാണ് പ്യുവർ സ്ട്രാറ്റജി എന്ന് പറയുക. It is the predetermined plan of action based on which games are played, which does not change during the game. Second, mixed strategy. Mixed strategy എന്ന് പറഞ്ഞാൽ different strategies are combined together is known as mixed strategy. Different strategies അവിടെ യൂസ് ചെയ്യും. So these strategies get changes with the game in the progress. ഗെയിമിന്റെ പ്രോഗ്രസ്സിനനുസരിച്ചിട്ട് ഈ സ്ട്രാറ്റജി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. So these strategies get changed while the game in the progress. Get changed while game in the progress. പ്രോഗ്രസ്സിനനുസരിച്ചിട്ട് ഗെയിമിന്റെ പ്രോഗ്രസ്സിനനുസരിച്ചിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജീസിനെയാണ് മിക്സഡ് സ്ട്രാറ്റജീസ് എന്ന് പറയാം. It is one in which a player is available pure strategy with certain probabilities. ഒരു പ്ലെയർ അവൈലബിൾ ആയിട്ടുള്ള പ്യുവർ സ്ട്രാറ്റജിയും കൂടാതെ അതിന്റെ കൂടെ സെർട്ടൈൻ പ്രോബബിലിറ്റീസും കൂടി, പ്രോബബിലിറ്റീസ് എന്നാൽ മറ്റ് പല കാര്യങ്ങളും കൂടി അതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യുന്ന സ്ട്രാറ്റജീസിനെയാണ് മിക്സഡ് സ്ട്രാറ്റജീസ്. ദീസ് സ്ട്രാറ്റജീസ് ആർ ഗെറ്റ് ചേഞ്ച്ഡ് വൈ ഗെയിം ഇൻ ദ പ്രോഗ്രസ്. ഗെയിമിന്റെ പ്രോഗ്രസ്സിനനുസരിച്ചിട്ട് ഈ സ്ട്രാറ്റജി മാറ്റിക്കൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജീസിനെയാണ് മിക്സഡ് സ്ട്രാറ്റജീസ് എന്ന് പറയും. മറ്റൊരു ടേമാണ് ഒപ്റ്റിമം സ്ട്രാറ്റജി. 2 സ്ട്രാറ്റജി, പ്യുവറും മിക്സഡും ഉള്ളൂ. വേറൊരു ടേമാണ് ഒപ്റ്റിമം സ്ട്രാറ്റജി. ഒപ്റ്റിമം കോഴ്സ് ഓഫ് ആക്ഷൻസ് ആർ യൂസ്ഡ് അറ്റ് ദ ടൈം ഓഫ് ഇറസ്പെക്റ്റീവ് സ്ട്രാറ്റജി ഓഫ് കോമ്പറ്റീവ്സ്. അല്ലെങ്കിൽ ഒപ്റ്റിമം കോഴ്സ് ഓഫ് സ്ട്രാറ്റജീസ് ആർ യൂസ്ഡ് അറ്റ് ദ ടൈം ഓഫ് ഗെയിം. ഗെയിമിൽ ഒപ്റ്റിമം സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ഒപ്റ്റിമം കോഴ്സ് ഓഫ് ആക്ഷൻ ഓഫ് സ്ട്രാറ്റജീസ് ആർ യൂസ്ഡ് അറ്റ് ദ ടൈം ഓഫ് ഗെയിം. ഗെയിമിന്റെ സമയത്ത് ഒപ്റ്റിമം കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഒപ്റ്റിമം സ്ട്രാറ്റജീസ് എന്ന് വിളിക്കുന്നു. അപ്പൊ കോമ്പറ്റീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് കോമ്പറ്റേറ്റീവ് ഏത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത് അതേ സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുക. കോൾഗേറ്റിന് 20% എക്സ്ട്രാ കൊടുക്കുമ്പോൾ ക്ലോസപ്പ് കമ്പനിക്കാരും 20% എക്സ്ട്രാ കൊടുക്കുന്നു. അല്ലെ 20% എക്സ്ട്രാ കൊടുക്കുമ്പോൾ 25% മറ്റൊരു കമ്പനി എക്സ്ട്രാ കൊടുക്കുന്നു. അല്ലെ ഒന്നിന്റെ കൂടെ 10% ആയിട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റ് ഫ്രീ കൊടുക്കുമ്പോൾ മറ്റൊരു കമ്പനി വേറെ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് ഫേം 20% ആയിട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റ് ഫ്രീ കൊടുക്കുന്നു. അതൊക്കെയാണ് ഒപ്റ്റിമം സ്ട്രാറ്റജീസ്. മാർക്കറ്റിലെ കോമ്പറ്റീറ്റേഴ്സിന്റെ സ്ട്രാറ്റജീസ്ക്ക് അനുസരിച്ചിട്ട് ഒപ്റ്റിമം കോഴ്സ് ഓഫ് ആക്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഒപ്റ്റിമം സ്ട്രാറ്റജി എന്ന് വിളിക്കും. മറ്റൊരു ടേമാണ് ഫെയർ ഗെയിം. ഫെയർ ഗെയിം ഈസ് സെഡ് ടു ബി ഫെയർ വെൻ ദ വാല്യൂ ഓഫ് ഔട്ട്കം ഈസ് 0. ഫെയർ ആവാന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ബെസ്റ്റ് ആവുക. വാല്യൂ ഓഫ് ഔട്ട്കം എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഗെയിം ഈസ് സെഡ് ടു ബി ഫെയർ. ഗെയിം ഈസ് സെഡ് ടു ബി ഫെയർ വെൻ ദ വാല്യൂ ഓഫ് ഔട്ട്കം ഈസ് 0. ഗെയിം ഫെയർ ആണെങ്കിൽ വാല്യൂ ഓഫ് ഔട്ട്കം എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. മറ്റൊരു ടേമാണ് പേ ഓഫ്. പേ ഓഫ് ഈസ് ദ ഔട്ട്കം ഓഫ് ദ ഗെയിം. ഗെയിമിന്റെ ഔട്ട്കത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? പേ ഓഫ്. പേ ഓഫ്. നെക്സ്റ്റ്, പേ ഓഫ് മെട്രിക്സ്. പേ ഓഫ് ഇൻ ടേംസ് ഓഫ് ഗെയിൻ ഓർ ലോസസ്. ഔട്ട്കം തന്നെ വിളിക്കുന്നതാണ് പേ ഓഫ്. പേ ഓഫ് ഇൻ ടേംസ് ഓഫ് ഗെയിൻ ഓർ ലോസസ്. When players select their particular course of action can be represented in the form of a matrix. It is called payoff matrix table. Payoff in terms of gain or loss. Payoff എന്നാണ് ഔട്ട്കം ആണ് നമ്മൾ പറഞ്ഞു. It is the terms of gain or loss. ഔട്ട്കം ചിലപ്പം ഗെയിൻ ആയിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും? ലോസസ് ആയിരിക്കും. When players select their particular course of action can be represented in the form of matrix
ഒരു മെട്രിക്സിലൂടെയാണ് പ്ലേയേഴ്സ് അവരുടെ ഔട്ട്കംസ് അല്ലെങ്കിൽ അവരുടെ പെർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ സെലക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കോൾഡ് പേ ഓഫ് മെട്രിക്സ് ടേബിൾ. അതിനെ വിളിക്കുന്ന പേരാണ് പേ ഓഫ് മെട്രിക്സ് ടേബിൾ. മറ്റൊരു പോയിന്റാണ് ടേമാണ് സാഡിൽ പോയിന്റ്. സാഡിൽ പോയിന്റ് ഈസ് ദ വാല്യൂ ഓഫ് എൻ എലിമെന്റ് ഇൻ എ പേ ഓഫ് മെട്രിക്സ് which is minimum of its row as well as maximum of its column wise. That is minimax is equal to maximin. സാഡിൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഗെയിം തിയറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേമാണ് സാഡിൽ പോയിന്റ്. ആക്ച്വലി ഇറ്റ് ഈസ് എ വാല്യൂ ഓഫ് എൻ എലിമെന്റ് ഇൻ ദ പേ ഓഫ് മെട്രിക്സ്. ഈ പേ ഓഫ് മെട്രിക്സിലെ വാല്യൂ ഓഫ് എലിമെന്റിനെ വിളിക്കുന്ന പേരാണ് സാഡിൽ പോയിന്റ്. വാല്യൂ ഓഫ് എലിമെന്റ് രണ്ട് രീതിയിൽ പറയാം. മിനിമം ഓഫ് ദ റോയിലെ മിനിമം ആസ് വെൽ ആസ് മാക്സിമം ഓഫ് കോളം വൈസ്. കോളം വൈസിലാണെങ്കിൽ മാക്സിമവും, റോ വൈസ് മെട്രിക്സ് ആണ്, മെട്രിക്സ് ആകുമ്പോൾ രണ്ടെണ്ണം ഉണ്ടാവൂലേ, അപ്പൊ കോളം വൈസിലാണെങ്കിൽ മാക്സിമവും റോ വൈസിലാണെങ്കിൽ മിനിമം ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു പോയിന്റിനെ വിളിക്കുന്ന, അങ്ങനെ വാല്യൂ എലിമെന്റ് ചെയ്യുന്ന അല്ലെ വാല്യൂ എൻട്രി ചെയ്യുന്ന ആ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സാഡിൽ പോയിന്റ്. സാഡിൽ പോയിന്റ് ഈസ് ദ വാല്യൂ ഓഫ് എൻ എലിമെന്റ് ഇൻ എ പേ ഓഫ് മെട്രിക്സ് വിച്ച് ഈസ് the minimum of its row as well as maximum of its column wise. That is minimax is equal to maximin. Minimum of maximum is equal to maximum of minimum ആണ്. മിനി എന്ന് പറഞ്ഞാൽ മിനിമം, മാക്സി എന്ന് പറഞ്ഞാൽ മാക്സിമം കേട്ടോ. മിനി മാക്സ് പ്രിൻസിപ്പിൾ. മിനി മാക്സ് പ്രിൻസിപ്പിൾ എന്താണ് കൺസെപ്റ്റ് നോക്കിയോ. മിനിമൈസിങ് പ്ലേയേഴ്സ് എന്തായിരിക്കും, മിനിമൈസിങ് ആയിരിക്കും. മിനിമം ഓഫ് മാക്സിമം ലോസസ്. മിനിമം ഓഫ് മാക്സിമം ലോസസ് എപ്പോഴും മിനിമൈസ് ചെയ്യണം എന്നുള്ള കൺസെപ്റ്റ്. നെക്സ്റ്റ് മാക്സിമിൻ പ്രിൻസിപ്പിൾ. പ്ലേയേഴ്സ് അഡോപ്റ്റ് എ പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്. പ്ലേയേഴ്സ് എപ്പോഴും പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. ദാറ്റ് ഈസ് മാക്സിമം ഓഫ് മിനിമം ഗെയിം. മാക്സിമം ഓഫ് മിനിമം ഗെയിം, നമുക്ക് മാക്സിമം ഗെയിനും എടുക്കണം എന്നാണ് മാക്സിമിൻ പ്രിൻസിപ്പിൾ പറയുന്നത്. മിനിമം ലോസ് എടുക്കണം എന്നാണ് മിനി മാക്സ് പ്രിൻസിപ്പിൾ പറയുന്നത്. So pay of matrix is the term of gain or losses when players select their particular course of action can be represented in the form of matrix. It is called pay of matrix table. Saddle point is the value of an element in a pay of matrix which is the minimum of its row as well as maximum of its column wise. That is minimax is equal to maximin. മിനിമാക്സ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മിനിമൈസിങ് പ്ലേയേഴ്സ്, ദാറ്റ് ഈസ് മിനിമം ഓഫ് മാക്സിമം ലോസസ്. നെക്സ്റ്റ് മാക്സിമിൻ പ്രിൻസിപ്പിൾ. പ്ലേയേഴ്സ് അഡോപ്റ്റ് എ പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ആണ് അവർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് മാക്സിമം ഓഫ് മിനിമം ഗെയിൻസ്. അപ്പോൾ മിനിമാക്സ് എന്ന് പറയാം മിനിമൈസ് ഓഫ് ലോസ്, മാക്സിമിൻ മാക്സിമൈസേഷൻ ഓഫ് ഗെയിൻ. ഇത്രയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയേണ്ടതാണ്. ഞാനൊന്നുകൂടി കൺക്ലൂഡ് ചെയ്യാം. Game theory. Game theory is a branch of decision theory concerned with interdependent decisions. It is designed to address situation in which the outcomes of a person's decision depends not just on how they choose among the several options, but also on the choice made by the people they are interacting with. It deals with competitive situations of decision making under uncertainty. Game theory was first developed by John von Neumann and Oskar Hogstad during the World War II. Definition: game theory is the study of mathematical models of conflicts and cooperation between intelligent rational decision maker. Next, game. A game is a formal explanation of a tactical situation. It is an activity between two or more persons involving actions by each one of them according to set of rules which result some gains for each element of a game. First, the player. Second, the strategies of each player. Third, the consequences for each players for every possible profile of strategy choices of all players. Next, competitive games features. Situation is competitive. Second, there is finite number of competitives. Third, players act rationally and intelligently. Fourth, each participant has finite number of course of action.
Fifth, the gain may be positive or negative or zero. Sixth, each participant knows all possible choices available to others. Next, assumptions in a game. First, the players act rationally and intelligently. Second, each player knows everything about the structure of the game. Third, a finite set of possible course of action is available with each players. Fourth, the players attempt to maximize gains and minimize losses. Fifth, all relevant information is known to each players. Sixth, the players make individual direction without direct communication. 7. Players simultaneously select their respective course of action. 8. The payoff is fixed and determined in advance. Next, basic concept of game theory. Strategy. It is a plan of action conceived and carefully executed by each party to win over the game. There are two types of strategy. First, pure strategy. Second, mixed strategy. Pure strategy is the predetermined plan of action based on which games are played, which does not change during the game. Second, mixed strategy. It is one in which a player has available pure strategy with a certain possibility. That is, mixed strategies are applied at the time of game or at the time of situation of the game. Optimal strategy means optimum possible course of actions are applied at the time of game. Next, fair game. Value of outcome is 0. Payoff means outcome of the game. Next, payoff metrics. Payoff in terms of gain or losses, that is outcome. When players select their particular course of action can be represented in form of a matrix is known as payoff matrix table. Saddle point. It is the value of an element in a payoff matrix which is the minimum of its row as well as maximum of its column wise. That is, minimax is equal to maximin. Minimax principle concept. Minimizing players, that is minimum of maximal losses. Maximin principle. Players adopt a pessimistic attitude, that is maximum of minimum gains. Theoretical aspects കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മുതൽ നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.